നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. 10 ദിവസത്തേനാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ എറണാകുളം, അവിടുന്ന് നേരെ കോയമ്പത്തൂർക്ക്. 10 ദിവസം കോയമ്പത്തൂരാണ്. ഒരു എക്സാമിൻ്റെ കാര്യത്തിനൊക്കെയാണ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പം നമ്മൾ എറണാകുളത്ത് പോയിറങ്ങി. അവിടുന്ന് മെട്രോയിലാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അവിടെ നിന്നായിരുന്നു നമ്മുടെ ട്രെയിന്. 10 മണിക്കായിരുന്നു കേട്ടോ. പിറ്റേന്ന് വെളുപ്പിന് 3 മണിയായപ്പം ഞങ്ങൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് പിന്നെ തപ്പി കണ്ടുപിടിച്ച് നേരത്തെ വിളിച്ച് അറേഞ്ച് ചെയ്തിരുന്ന ഹോസ്റ്റലിലേക്ക്. നല്ലൊരു ഹോസ്റ്റലും സർവീസും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം വഴിയേ പറഞ്ഞുതരാം. ഇതാണ് അവരെനിക്ക് തന്ന റൂം കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുള്ള നല്ലൊരു റൂം കാര്യങ്ങളൊക്കെയായിരുന്നു. അപ്പോൾ ഈ 10 ദിവസത്തെ എക്സാമിന് വേണ്ടി നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഹോസ്റ്റലാണ് കേട്ടോ. വിശേഷങ്ങളൊക്കെ പറയാം. ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ എക്സാമിന് വേണ്ടി കോയമ്പത്തൂർ എത്തിയേക്കും കേട്ടോ. എൻ്റെ ഒരു വലിയൊരു എന്താ പറയുക, വലിയൊരു ആഗ്രഹം എന്നൊന്നും പറഞ്ഞാൽ പോരാ, വലിയൊരു ഫൈറ്റ് തന്നെയാണ് കേട്ടോ. കാരണം കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഒരു 5 സെന്റ് പൈസ ഇല്ലാത്ത വരുമ്പോൾ ചില സമയത്ത് നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരിക്കും, ചില പെൺപിള്ളേരെങ്കിലും ആഗ്രഹിച്ചത് പഠിക്കാനും ഒക്കെ. അപ്പം ചിലപ്പോൾ തോന്നും, എല്ലാവരും സപ്പോർട്ടൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ തോന്നും ആരുടെയും കയ്യിൽ നിന്ന് പൈസ ചോദിക്കാതെ അല്ല ആരെയും ആശ്രയിക്കാതെ തന്നെ പഠിക്കണമെന്ന്. അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ദൈവമായിട്ട് സാധിച്ചു തന്നു. കുറേയൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപ തോന്നിയിട്ടുണ്ട്. അങ്ങനെ എന്താണെങ്കിലും ഇതിപ്പോൾ ഡിഗ്രിയുടെ 3rd ഇയർ എക്സാമിൽ വന്ന് നിൽക്കുവാണ്. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഈ ഒരു എക്സാം കൂടി 10 days എക്സാം കൂടി കഴിയുമ്പോൾ ഞാനൊരു ഡിഗ്രി ഹോൾഡർ ആകും. അപ്പം അതിൻ്റെ ഒരു വലിയൊരു സന്തോഷമുണ്ട് എനിക്ക്. ആ ഒരു സന്തോഷം എന്ന് വെച്ചാൽ എനിക്കൊരു എന്താ പറയുക, ഒരു യുദ്ധം കീഴടക്കിയ പോലെയാണ് ഒരു യുദ്ധം. അപ്പം എനിക്കെന്നല്ല, ഒരുപാട് പേരുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞാണേലും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ എല്ലാവർക്കും അവരുടെ സാഹചര്യങ്ങളോടൊന്നും പറ്റിയെന്നൊന്നും വരില്ല. ചിലർക്കൊക്കെ പറ്റിയെന്ന് വരും. നമ്മുടെ ലൈഫിലൊന്നും കിട്ടാത്തൊന്നുമല്ല, നമ്മൾ ട്രൈ ചെയ്യണം. നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണെങ്കിൽ പോലും ഒന്ന് ശ്രമിച്ചു നോക്കുക. ചിലപ്പം നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരും, കിട്ടും. അതിനിടയ്ക്ക് കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമെന്നേ ഉള്ളൂ. നമ്മുടെ ആഗ്രഹം അത് ന്യായമുള്ളതാണെങ്കിൽ അത് ദൈവം നടത്തി തരും, അത് ഉറപ്പാട്ടോ. അപ്പം ഇപ്പം എൻ്റെ കാര്യം തന്നെ നോക്കിയാൽ 3 കുഞ്ഞു പിള്ളേർ, അവന്മാരെ ഇട്ടിട്ട് ഇവിടെ ഈ കോയമ്പത്തൂർ വന്ന് ഒരു 10 ദിവസം സ്റ്റേ ചെയ്ത് ഈ ഒരു എക്സാം എഴുതി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പുറകിൽ ഫിനാൻഷ്യലി എനിക്ക് പറ്റിയേക്കും. പക്ഷെ അതിനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തന്നു. ആരും ഡിപ്പെൻഡ് ചെയ്യാതെ പഠിക്കാൻ പറ്റി. പക്ഷെ അതിലുപരി എനിക്ക് വേണ്ടി ഇവിടെ എൻ്റെ കുഞ്ഞുങ്ങളെ ആ രീതിയിലൊക്കെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ചേട്ടൻ്റെ പപ്പായും മമ്മിയും. അതുപോലെ തന്നെ എനിക്ക് ഇത്രയും ദിവസം 10 ദിവസം എനിക്ക് ലീവ് തന്ന ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ സ്ഥാപനം, അവിടെയൊക്കെ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അവരോടൊന്നും. അപ്പം ഏറ്റവും ഫൈനൽ ഇങ്ങനെ എനിക്ക് ഈ ഒരു എക്സാം കഴിയുമ്പം എനിക്കൊരു ഡിഗ്രി ഹോൾഡർ ആണെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്കത് ഭയങ്കര ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിട്ട് പകുതി വഴിയിൽ വെച്ച് ഒന്ന് നിർത്തേണ്ടി വന്നുപോയി. ഒന്ന് തീർന്നു എന്ന് തോന്നിയവിടുത്തെ നല്ല തീർന്നതായിട്ട് വന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വീണ്ടും എനിക്ക് തുടങ്ങി ഇവിടത്തോളം ഈ ഒരു ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം കേട്ടോ. എനിക്കത് ഭയങ്കര വലിയ കാര്യമാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. എല്ലാവർക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിച്ച് പല കാര്യങ്ങളും പറ്റാതെ ഇടയ്ക്ക് വെച്ച് പാതി വഴിയിൽ നിർത്തേണ്ടി വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മുടെ ഇടയിൽ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ കാണാം. ചില ആഗ്രഹങ്ങൾ അങ്ങനെയാ. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുത്, ട്രൈ ചെയ്തോണ്ടിരിക്കണം. പറ്റൂന്നേ, എല്ലാം പറ്റും. എനിവേ ഒത്തിരി സന്തോഷം. എന്നാണെങ്കിലും എനിക്ക് വേണ്ടി ഈ ഒരു ടൈമിലൊക്കെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അവരോടൊക്കെ ഞാൻ താങ്ക്സ് ഇപ്പോൾ പറയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയിലൂടെ ഒരു ചെറിയ വ്ളോഗ് എൻ്റെ ഈ ഒരു 10 ദിവസത്തെ കോയമ്പത്തൂർ ട്രിപ്പ് കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ വ്ളോഗ് കാണും കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആ ഹോസ്റ്റലിൻ്റെ മുകളിൽ ടെറസിൽ നിന്നിട്ടുള്ളൊരു വ്യൂ കേട്ടോ. നല്ല രസമുണ്ട്. നമ്മൾ ഈ സിനിമയിലൊക്കെ, ചില തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെ അവരുടെയൊക്കെ ടെറസ് കണ്ടോ, ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലോട്ട് വേണം ചാടിക്കിടക്കാം, ആ രീതിയിലാണ്. എന്നുള്ള സംഭവമൊക്കെ പൊളിയാം. പിന്നെ എന്നൊരു വലിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. രാവിലെ വന്ന് തുറന്നു നോക്കിയപ്പോഴത്തേനും മയില്, എൻ്റെയൊക്കെ വീട്ടിൽ രാവിലെ പ്രാവിനെ കാണാറുണ്ട് കേട്ടോ, ഒരു കൂട്ടത്തോടെ വന്ന്. പക്ഷെ അതുപോലെ കുറേ മയിലുകൾ, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പം ബാക്കി വഴിയെ കാണാം.
ബൈ.